രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കായി ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഈ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യമെങ്ങും തന്നെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ നിന്നും പ്രധാനമന്ത്രിയുടെ പ്രത്യേകം ക്ഷണം ലഭിച്ച ചില ഭാഗ്യവാന്മാരുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത്. ഇവരെല്ലാവരും തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ പങ്കെടുക്കുന്ന പരിപാടികളിൽ എത്തിച്ചേരാനായി പുറപ്പെട്ടു കഴിഞ്ഞു. അങ്കമാലിയിൽ ചായക്കട നടത്തുന്ന KC അഗസ്റ്റിനാണ് അങ്കമാലിയിൽ നിന്നും ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി. അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ ഭാര്യയ്ക്കൊപ്പം ഡൽഹിക്ക് പറന്നു കഴിഞ്ഞു. വളരെ കൗതുകവും ആവേശവും ഒക്കെ കണ്ണുകളിൽ നിറച്ചാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ക്ഷണം കിട്ടിയ ഭാഗ്യവാന്മാരൊക്കെ ഇപ്പോൾ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള റിപ്പബ്ലിക് ദിന പരേഡാണ് ഇനി ഇവർ നേരിട്ട് അതായത് പ്രധാനമന്ത്രിക്കൊപ്പം ഇരുന്ന് കാണാൻ പോകുന്നത്. അതും നമ്മുടെ പ്രധാനമന്ത്രി ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ടാണ് ഇവർ അവിടെ എത്തിച്ചേരുന്നത്. പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതി പ്രകാരം വായ്പ എടുക്കുകയും ഇത് കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തവരിൽ നിന്ന് 2 പേർക്കാണ് ഇത്തവണ കേരളത്തിൽ നിന്നും ക്ഷണം ലഭിച്ചിരിക്കുന്നത്. അതിലൊരാളാണ് KC അഗസ്റ്റിൻ. അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിലെത്തി അവിടെ നിന്ന് വിമാനമാർഗമാണ് അദ്ദേഹം തന്റെ ഭാര്യയ്ക്കൊപ്പം ഡൽഹിയിൽ അതായത് പ്രധാനമന്ത്രിക്ക് അടുത്തേക്ക് പോയിരിക്കുന്നത്. ഭാര്യയ്ക്കൊപ്പം റിപ്പബ്ലിക് ദിന പരേഡും ഡൽഹിയും കണ്ടതിന് പിന്നാലെ 27ാം തീയതി അദ്ദേഹം മടക്കയാത്രയായിരിക്കും. മറ്റൊന്ന് വേമ്പനാട് കായലിന്റെ കാവലാളായ രാജപ്പനാണ്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിക്കാണ് രാജപ്പൻ BJP നേതാവ് അഡ്വക്കേറ്റ് ജോഷി ചീപ്പുങ്കലിനൊപ്പം തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്നും പറന്നുയർന്നത്. രാജപ്പനെ ഫ്ലൈറ്റിലെത്തിക്കാൻ വീൽ ചെയറുമായി ജീവനക്കാർ കാത്തുനിന്നിരുന്നു. നീല പാന്റും പച്ച ഷർട്ടും ഷൂസും സോക്സും ഒക്കെ ധരിപ്പിച്ചായിരുന്നു രാജപ്പൻ ചേട്ടന്റെ വിമാനയാത്ര. രാവിലെ 9 മണിക്ക് ഫ്ലൈറ്റിൽ കയറി 9:30യോടെ ഇൻഡിഗോ വിമാനം പറന്നുയർന്നു. 3 മണിക്കൂർ ആകാശ വിധാനത്തിലൂടെ പറന്ന ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ രാജപ്പൻ ചേട്ടനൊപ്പം അഡ്വക്കേറ്റ് ജോഷി ചീമ്പുങ്കലിനെ വരവേൽക്കാൻ BJP പ്രവർത്തകരടക്കം അവിടെ എത്തിച്ചേർന്നിരുന്നു. ഇരുവർക്കുമായി ഡൽഹി ചാണക്യപുരിയിലുള്ള അശോക ഹോട്ടലിലെ VIP മുറിയിലാണ് സൗകര്യമൊരുക്കിയത്. റൂമിൽ സുഖവാസമാണെങ്കിലും ഡൽഹിയിലെ കൊടും തണുപ്പുമായി രാജപ്പൻ ചേട്ടൻ അത്രയ്ക്ക് അങ്ങ് പൊരുത്തപ്പെട്ടിട്ടില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലും പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിലുമൊക്കെ പങ്കെടുത്തതിന്റെ പിന്നാലെയായിരിക്കും 2 ദിവസങ്ങൾക്ക് ശേഷം ഡൽഹി സന്ദർശനവും നടത്തി ഇവർ തിരിച്ച് കേരളത്തിലേക്ക് എത്തുക. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ മറ്റൊരു ക്ഷണം കിട്ടിയത് തലസ്ഥാനത്തെ സാധാരണക്കാരനായ ഒരു ലോട്ടറി കച്ചവടക്കാരൻ രാജേന്ദ്രനാണ്. പ്രധാനമന്ത്രിയുടെ റിപ്പബ്ലിക് ദിന പരിപാടി കാണാനാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അത്തരത്തിൽ കേരളത്തിൽ നിന്ന് ഇവർ 3 പേർക്കാണ് വഴിയോര കച്ചവടക്കാരായ ഇവർ 3 പേർക്കാണ് റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ ക്ഷണം കിട്ടിയിരിക്കുന്നത്. രാജേന്ദ്രനൊപ്പം തന്നെ ഭാര്യ ബേബിക്കും ക്ഷണമുണ്ട്. വഴിയോര കച്ചവടക്കാർക്ക് നഗരസഭയിലെ ദേശീയ നഗര ഉപജീവന മിഷൻ പദ്ധതി പ്രകാരം നൽകി വരുന്ന PM സ്വാനിധി വായ്പ 3ാം ഘട്ടം എടുത്ത ആളാണ് രാജേന്ദ്രൻ. ലോട്ടറി കച്ചവടത്തിനായി PM സ്വാനിധി പ്രകാരം മണനാക്ക് IOBയിൽ നിന്നും ആദ്യം രാജേന്ദ്രൻ 10,000 രൂപ വായ്പ എടുത്തിരുന്നു. ഇത് അടച്ചു തീർത്തതിന് പിന്നാലെ 20,000 രൂപ വായ്പ ലഭിച്ചു. അതും അടച്ചതിന് ശേഷം അദ്ദേഹത്തിന് 50,000 രൂപ വായ്പ ലഭിച്ചിരുന്നു. ഈ പദ്ധതി പ്രകാരം 3 ഘട്ടം വായ്പ എടുക്കുകയും മുടക്കമില്ലാതെ തിരിച്ചടവ് നടത്തുകയും ചെയ്യുന്നവരിൽ നിന്നായിരുന്നു രാജേന്ദ്രനെ റിപ്പബ്ലിക് ദിന പരിപാടികളിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഡൽഹിയിലേക്ക് പോകാനായി ക്ഷണം ലഭിച്ചവരും ആറ്റിങ്ങൽ നഗരസഭാ അധികൃതരാണ് രാജേന്ദ്രനെ അറിയിച്ചത്. 30 വർഷമായി ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന ആളാണ് അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയിരുന്നു. ഇത് മാത്രമല്ല കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലുമെല്ലാം ചില ആവശ്യങ്ങൾക്ക് മാത്രമായി പോയിട്ടുള്ള രാജേന്ദ്രൻ ഇത് ആദ്യമായിട്ടാണ് ഡൽഹിയിലേക്ക് എത്തിച്ചേരുന്നത്. വിമാനത്തിൽ കയറുന്നതൊക്കെ ഇത് ആദ്യമായിട്ടായിരുന്നു. അതേസമയം നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിരുന്നു. ഇതിന് പിന്നാലെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടന തയ്യാറാക്കി. ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പിൻവലിച്ചുകൊണ്ട് 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന രാജ്യമെമ്പാടും നിലവിൽ വന്നു. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 രാജ്യം റിപ്പബ്ലിക് ദിനമായി തന്നെ ആഘോഷിക്കുന്നത്. റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സൈനിക പരേഡ് തന്നെയാണ് പ്രധാനമായുള്ള റിപ്പബ്ലിക് ദിന പരിപാടി. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളടക്കം ഈ പരേഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഡൽഹി കൂടാതെ മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.